ചെറിയ പോസ്റ്റ്മാനും വലിയ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. ഈ മണ്ഡലകാലത്ത്, കോവിഡ് കാലത്ത് എങ്ങനെ ശബരിമല എത്താം? ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 5000 പേർക്ക് ശബരിമല ഇതിൻ്റെ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല ആൾക്കാർ അത് കാരണം സൈറ്റ് നോക്കുമ്പം അവർക്ക് സൈറ്റ് കിട്ടുന്നില്ല. വലിയ പ്രശ്നമാണ്. എങ്ങനെ ചെയ്യണമെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം കാരണം വലിയ പ്രോബ്ലമായിരുന്നു. ഞാനും സൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നടന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. മേലിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഓൺലൈനായിട്ട് അവർ ബുക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലായത്. അങ്ങനെ അതിനെ തുടർന്നാണ് ഞാൻ ഈ വീഡിയോ, ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം വെച്ചാൽ നമ്മൾ മതപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വരുന്നു. ആ വരുന്ന കാര്യത്തിന് അതിൻ്റെതായ രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഈ എരുമേലിയിൽ നിലയ്ക്കലൊക്കെ ഇത് ബുക്കിംഗ് ഉണ്ടെന്ന് ഉള്ള കാര്യങ്ങൾ. നിലയ്ക്കലുണ്ടെന്ന് കേട്ടെങ്കിലും പിന്നീട് വരുന്ന വഴിക്ക് അറിഞ്ഞെങ്കിലും എരുമേലിലുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇത് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ അത് പറയുന്നുണ്ട്. ഞാൻ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കേട്ടതായിട്ടുള്ള, ഇപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സമയ ശരണയ്യപ്പ. ഇത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതിന് നേരെ എതിർ സൈഡിലായിട്ടാണ് ശബരിമല സ്പോട്ട് ബുക്കിംഗ് കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എരുമേലി, കുമിളി, നിലയ്ക്കൽ, കൊട്ടാരക്കര, പന്തളം, വലിയ കോയിക്കൽ പാലസ്, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് സ്പോട്ട് ബുക്കിംഗ് സെൻറ്ററുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പം നമ്മൾ കൈ കരുതേണ്ടത് ഒരു ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡിയോ പാസ്പോർട്ടോ ഇവ നമുക്ക് രേഖയായിട്ട് കരുതുക. ഒപ്പം തന്നെ 2 സ്ലോട്ട് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും കൈ കരുതണം. ഇനി വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ എടുത്ത RT-PCR സർട്ടിഫിക്കറ്റ് കൈ കരുതിയാലും മതി. ചിലപ്പം കുട്ടികൾക്ക് അടക്കമുള്ളവരുടെ വാക്സിൻ എടുത്തു കാണില്ല. അപ്പം അങ്ങനെയുള്ളതിന് പരിഹാരമാണ് ഈ RT-PCR ടെസ്റ്റ് നടത്തണമെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പ്രകാരം നമ്മൾ സെൻട്രലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പേര്, വയസ്സ്, നമ്മൾ രേഖയായിട്ട് കൊണ്ടുവന്നേക്കുന്ന ആധാർ അല്ലെങ്കിൽ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ ഇത്രയും നൽകി കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോയും കൂടെ എടുക്കും. അത് ഇങ്ങോട്ട് നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആയി. അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് വെബ് ക്യാമറയിൽ എടുത്ത ഫോട്ടോ പതിച്ച് ആ ഒരു സ്ലിപ്പ് നമുക്ക് അവിടുന്ന് കിട്ടും. അതുമായിട്ടാണ് നമ്മൾ അടുത്ത സെൻറ്ററിലേക്ക് പോകേണ്ടത്, അതായത് തൊട്ടടുത്ത നിലയ്ക്കലിലേക്ക് പോകേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്. ഈ എൻട്രി കാർഡിൽ 2021 ഡിസംബർ 11 ബുക്ക് ചെയ്തതായിട്ട് കാണാം. അതുപോലെ തന്നെ എരുമേലി എന്നുള്ളത് കാണാം. ഇത്തരം ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഇത് സൗജന്യമായി ലഭിക്കുന്ന ഒരു സേവനമാണ്. പമ്പയിൽ സ്നാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചിട്ടേ പോകാവുള്ളൂ. ഞാൻ ചെന്ന ദിവസം പമ്പയിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു കുളി അങ്ങ് കഴിച്ചു. പമ്പയിലെ സ്നാനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പം അവിടെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ലെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുളിക്കാമെന്ന് തീരുമാനിച്ചത്. കുറി തൊടുന്നതിൻ്റെയാണ് 5 രൂപയാണ് ഇതിന് ഉള്ള. ഭസ്മം ഉണ്ട്, അതുപോലെ ചന്ദനമുണ്ട്, അതുപോലെ തന്നെ ഇത് വേറെ 5 രൂപ. കോട്ടയം കാഞ്ഞിരപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം എന്നൊക്കെ. പക്ഷേ ശബരിമല മാത്രമേ ഇതിന് കഷ്ടമല്ലേ. എരുമേലി വിട്ടിട്ടാണെങ്കിലും ശബരിമല ബോർഡ് കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് നിലയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടാണ്.
നമുക്ക് കിട്ടിയേക്കുന്ന പാസ് അവിടെ വെരിഫൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ നിലയ്ക്കലിൽ എത്തിയിരിക്കുകയാണ്. ഇത് നിലയ്ക്കൽ ക്ഷേത്ര കവാടം. ഇതുവഴി ആ വാഹനം കടന്നു പോകുന്ന വഴി മുകളിലോട്ട് നമ്മൾ കടന്നു പോകണം. ഇതാണ് നിലയ്ക്കൽ KSRTC ബസ് സ്റ്റാൻഡ്. ഇതിന് തൊട്ട് പിന്നിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ കയ്യിലുള്ള വാക്സിനേഷൻ്റെ റെസിപ്റ്റും അവിടെ നിന്ന് ലഭിച്ചേക്കുന്ന ടിക്കറ്റുമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തേണ്ടത്. ഇത് രണ്ടും പരിശോധിച്ചതിന് ശേഷം അവർ അത് വെരിഫൈഡ് എന്ന് സീൽ ചെയ്ത് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പമ്പ ത്രിവേണിയിലെത്തിയിരിക്കുകയാണ്. ബലിയിടാൻ താല്പര്യമുള്ളവർ ഈ പാലത്തിന് സമീപം തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് പമ്പാ നദിയിൽ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ കുളിയൊക്കെ നടത്തി വന്നുകൊണ്ട് ഞാൻ നേരെ ഇറങ്ങി ബലിതർപ്പണം നടത്തിയതിന് ശേഷമാണ് ശബരിമലയിലേക്കുള്ള യാത്ര തുടർന്നത്. പമ്പാ നദിയുടെ ഒരു സൈഡ് ഇതേപോലെ ശക്തമായി വേര് കെട്ടി തിരിച്ചേക്കാണ്. അതുകൊണ്ട് ആർക്കും അതുവഴി ഇറങ്ങാൻ സാധിക്കത്തില്ല. എങ്കിൽ കൂടി കുളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യം പമ്പയിൽ തന്നെ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തി നമുക്ക് കുളിക്കുന്നതിന് മറ്റു കാര്യങ്ങൾക്കും സാധിക്കുകയും ചെയ്യും. ഗണപതി കോവിലിന് സമീപമുള്ള ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചേക്കുന്ന പ്രത്യേക കൗണ്ടറിലാണ് നമ്മുടെ കയ്യിലുള്ള പാസ് അവസാനമായി കാണിക്കുന്നത്. നമ്മുടെ പാസ് സ്കാൻ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി കവാടങ്ങളിലൂടെ നമ്മളെ ഓരോരുത്തരെയും കടത്തിവിടുന്നു. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി എത്തുന്ന രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് ഇവിടം. പന്തളം രാജാവ് ഇരിക്കുന്നതിന് എതിർവശത്തായിട്ടാണ് ഈ പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളത്. ഇവിടെ എത്തുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു ടാഗ് ധരിപ്പിച്ചാണ് പോലീസുകാർ കടത്തിവിടുന്നത്. ആ കുട്ടിയുടെ പേര്, കുട്ടിയുടെ കൂട്ടത്തിലുള്ള ആളുടെ മൊബൈൽ നമ്പർ എന്നിവയാണ് ഈ ടാഗിൽ എഴുതി കയ്യിൽ ഘടിപ്പിച്ചതിന് ശേഷം വിടുന്നത്. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ വേഗത്തിൽ കണ്ടെത്താനും അതിൻ്റെ രക്ഷകർത്താക്കളെ യഥാസമയങ്ങളിൽ എത്തിക്കാനും ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനം. ഇവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് തിളപ്പിച്ച ഔഷധ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡോളി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന് 4200, ഒരു വശത്തേക്കാണെങ്കിൽ 2600 രൂപയാണ് ഇവർ ഫീസ് ആയിട്ട് ഈടാക്കുന്നത്. ഇതിന് സമീപമായി കരിക്ക് വിതരണം നടത്തേണ്ട ഒന്ന് കാണേണ്ട സംഭവം തന്നെ. ഇത്രമാത്രം സാധനങ്ങൾ ഇവിടുന്ന് വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും നമ്മൾ അത്ഭുതപ്പെടുന്നു. നമ്മളങ്ങനെ ശബരിമല എത്തിയിരിക്കുകയാണ്. ഇനി നെയ്യഭിഷേകം നടത്തണം. അതിന് പ്രത്യേക കൗണ്ടറുകളുണ്ട്, 1ഉം 2ഉം കൗണ്ടർ. അത് കൊടുത്തു കഴിഞ്ഞാൽ രസീത് മേടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് 4ഓ 5ഓ ഏതെങ്കിലും കൗണ്ടറിൽ ചെന്ന് നമ്മൾ ഈ നെയ്യഭിഷേകം നടത്തിയത് നമ്മൾ തിരികെ വാങ്ങേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വിട്ടേക്കുക. കാരണം ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ കൈ കിട്ടാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ വീണ്ടും കാണാം.